ഹലോ ഫ്രാൻസ്, ടേസ്റ്റ് ഡിഷിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ ഒരു അടിപൊളി ഒരു ഐറ്റമാണ് ഉണ്ടാക്കുന്നത്. മാങ്ങ കൊണ്ട് മാങ്ങാത്തരയാണ്. നമുക്കൊക്കെ വളരെ എളുപ്പത്തിൽ ഇത് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഇത് ഉണ്ടാക്കാൻ കുറച്ച് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ ഇതിന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത് കുറച്ച് ടൈം എടുത്താലും നമ്മൾ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റിയുള്ളൊരു സാധനമാണ്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഇത് ഉണ്ടാക്കി നോക്കുന്നത്. പക്ഷേ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചക്കയൊക്കെ വഴറ്റാൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഒരുപാട് ചക്കയൊക്കെ വഴറ്റലുണ്ട്. പക്ഷേ മാങ്ങ ഇതുപോലെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. നമുക്ക് മഴക്കാലങ്ങളിലൊക്കെ ഇത് സൂക്ഷിച്ച് വെച്ച് കഴിക്കാനൊക്കെ നല്ലൊരു അടിപൊളി സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മാങ്ങ ഇവിടെ കിട്ടിയിട്ടുണ്ട്. നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിക്കാതെ ഞാൻ ജ്യൂസായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചക്കയൊക്കെ വഴറ്റുന്ന പോലെ പാനിലിട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കണം. ചക്കയൊക്കെ വഴറ്റാൻ എല്ലാവർക്കും അറിയാമല്ലോ. അതുപോലെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കും. ഇതുപോലെ നല്ലോണം കുറുക്കിയെടുക്കണം, നന്നായി വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ ചക്ക ഒന്നും അറിയണമെന്നൊന്നുമില്ല ചക്ക വഴറ്റിയെടുക്കുന്നവർക്ക്. അപ്പോൾ അതെല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ സാധാരണ മാങ്ങ നമ്മൾ മിക്സിയിൽ നന്നായി അടിച്ചൊരു പാനിലേക്ക് ഇട്ട് നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അപ്പോൾ ഈ സാധാരണ മാങ്ങയിൽ ഞാൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. പക്ഷേ എന്നാലും ഒരു വെള്ളത്തിൻ്റെ ഒരു അംശമുള്ളതുകൊണ്ട് നന്നായി പൊട്ടിത്തെറിക്കുക. അപ്പോൾ നന്നായി നമ്മളൊന്ന് കൈ ശ്രദ്ധിക്കണം. എന്താണെന്ന് വെച്ചാൽ പൊട്ടിത്തെറിക്കുമ്പോൾ നന്നായി പൊള്ളും. അപ്പോൾ ഒന്ന് ഇതുപോലെ ഇങ്ങനെ പൊക്കള വെച്ചിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ അപ്പോഴേക്കും നമുക്കിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരുന്നാൽ ആ മാങ്ങ കുറുകിക്കൊണ്ടേ ഇരിക്കും കേട്ടോ. കുറച്ച് ടൈം എടുക്കും, കുറച്ച് ക്ഷമയൊക്കെ വേണം കേട്ടോ ഇങ്ങനെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചക്ക വരട്ടാനും മാങ്ങ വരട്ടാനൊക്കെ കുറച്ച് ടൈം എടുക്കും. എന്നാലും അത് ശരിക്കും പറയുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒരു സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ടൈമൊക്കെ എടുത്ത് നമ്മൾ മറന്നു പോകും കഴിക്കുമ്പോൾ. അത്രയും ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ 2 മണിക്കൂറോളമൊക്കെ അത് ഇളക്കിക്കൊണ്ടേ ഇരുന്നേ പറ്റൂ. എന്നാലേ നമുക്കിത് പെർഫെക്റ്റായിട്ട് നമ്മളിങ്ങനെ കുറുകി കിട്ടി വഴറ്റിയിട്ട് വരുള്ളൂ. അത് കഴിഞ്ഞാൽ നമുക്ക് മാങ്ങയ്ക്ക് കുറച്ച് പുളിയുള്ള മാങ്ങയാണ് എൻ്റെത്. നല്ല മധുരമുണ്ട്, പക്ഷേ അതിലിടയ്ക്ക് കുറച്ചൊരു പുളിയുള്ള മാങ്ങയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്, പഞ്ചസാര ഇട്ടിട്ടുണ്ട്. വഴറ്റിയെടുക്കുമ്പോൾ കുറച്ച് നല്ല മധുരം വേണം, എന്നാലേ മാങ്ങാത്തര നല്ല ടേസ്റ്റുള്ളൂ. അങ്ങനെ ഞാനൊരു കപ്പ് പഞ്ചസാര ഇട്ടിട്ട് ഇളക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് കൂടുതൽ മധുരം ആവശ്യമുള്ളവർക്ക് കൂടുതലായിട്ട് മധുരം ഇടാം കേട്ടോ. അങ്ങനെ ഞാൻ വഴറ്റി ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. കുറച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. പക്ഷേ ഇത്ര പോരാ, ഒന്നും കൂടി നമുക്ക് കുറുക്കിയെടുക്കാനുണ്ട്. ഇത് നമ്മൾ പ്ലേറ്റിൽ ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമുക്ക് കുറച്ച് ടൈം എടുക്കും ഉണങ്ങി കിട്ടാൻ. അപ്പോൾ ഒന്നും കൂടി അതിലെ വെള്ളം ഒന്നും കൂടി ഇങ്ങനെ വറ്റി വരുന്ന വിധത്തിൽ ഒന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര മതി. ഇനി നമുക്കതൊന്ന് പ്ലേറ്റിൽ പരത്തേണ്ട ആവശ്യമുള്ളൂ. ഏകദേശം നന്നായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ടൈം എടുത്താലും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു പ്രാവശ്യമെങ്കിലും. കാരണം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ്. അപ്പോൾ ഞാനൊരു പ്ലേറ്റ് എടുത്തിട്ട്, നമുക്ക് സ്റ്റീൽ പ്ലേറ്റോ എന്തെങ്കിലും എടുത്തിട്ട് കുറച്ച് ഓയിൽ ഇങ്ങനെ തടവി കൊടുക്കുക. അതിൽ നമുക്ക് ഇങ്ങനെ ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്കതൊന്ന് പറിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ചില സമയത്ത് അത് ഒട്ടിപ്പിടിക്കും സ്റ്റീൽ പ്ലേറ്റ് ആയതുകൊണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഓയിലൊന്ന് തടവി, സൺഫ്ലവർ ഓയിലാണ് കയ്യിലെടുത്തിട്ട് ഒന്ന് അത് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ മാങ്ങ ഇതുപോലെ ഈ പ്ലേറ്റിലേക്ക് ഒഴിച്ചിട്ട് ഇതൊരു സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് പരത്തി കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ നല്ല കട്ടിക്ക് പരത്തി എടുത്തിട്ടുണ്ട് ഒരു പ്ലേറ്റിൽ. ഇനി ഞാൻ 2 പ്ലേറ്റിലും കൂടി ഇത് പരത്തി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ ആകുമ്പോൾ 2 വെയിലൊക്കെ കൊണ്ടാൽ മതി. ഇവിടെ ഞങ്ങൾക്ക് വെയിൽ കുറച്ച് കുറവാണ്. അപ്പോൾ എനിക്കൊരു 3-4 ദിവസമൊക്കെ ഇത് ഉണക്കിയെടുക്കേണ്ട ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അടുത്ത പ്ലേറ്റിലും കൂടി ഇതുപോലെ പരത്തി വെച്ചിട്ടുണ്ട്. അത് ഞാൻ നല്ല നൈസായിട്ടോ പരത്തിയത്. അങ്ങനെ 4 ദിവസം വെയിൽ കൊള്ളിച്ചെടുത്തപ്പോൾ അതുപോലെ നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, ഇതുപോലെ നന്നായി ഉണങ്ങി കിട്ടണം. എന്നിട്ട് ഞാൻ നല്ല കത്തി വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഒന്ന് കട്ട് ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എനിക്ക് പ്ലേറ്റിൽ നിന്ന് വരുമ്പോൾ. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ എടുത്തു കിട്ടോ അത് കറക്റ്റായിട്ട് 4 കഷ്ണം നല്ല കിട്ടി. പക്ഷേ അത് മുഴുവനായിട്ട് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. കാരണം ബാക്കിയൊക്കെ മക്കൾ കഴിച്ചിട്ട് എനിക്കിപ്പോൾ കറക്റ്റായിട്ട് ഈ കഷ്ണം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അത്രയും നല്ല ടേസ്റ്റാണ്. കുട്ടികളൊക്കെ ആവുമ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അതിങ്ങനെ പൊളിച്ചെടുത്ത് കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ കാണിക്കാൻ വേണ്ടി കുറച്ച് കഷ്ണങ്ങൾ മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു. എനിക്കിതിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ മക്കൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നൊരു ടേസ്റ്റാണ് എനിക്ക് മനസ്സിലായി. കുറച്ച് കഷ്ടപ്പാടുണ്ട് കേട്ടോ അതിന്. പക്ഷേ അത് ഉണ്ടാക്കി കഴിഞ്ഞാലുണ്ടല്ലോ അതിൻ്റെ ടേസ്റ്റ് ഒരു അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ഇത് ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് ഉണ്ടാക്കിയിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. അത് പഴയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
അങ്ങനെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ താങ്ക്